فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള മുഅ്മിനീൻ, സിയാറത്ത് മനസ്സും മനോഭാവവും എന്നതാണ് വിഷയം. ഇന്നത്തെ പ്രത്യേകമായ ദിവസത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് സൗകര്യം വന്നാൽ നമുക്ക് ഒരല്പനേരം അഹ്ലു ബദറിനെ കുറിച്ചും പറയേണ്ടതാണ്. ഇന്ന് ബദരീങ്ങളാണ്ട് എന്നതുകൊണ്ട് ഒരല്പനേരം അവരെക്കുറിച്ച് പറയൽ ഒരു പ്രധാനപ്പെട്ട കടമയായതുകൊണ്ട് വിഷയങ്ങൾ പരമാവധി ചുരുക്കുകയും അതേക്കുറിച്ച് കൂടി ഒരല്പം പറയാനുള്ളൊരു അവസരം കണ്ടെത്തുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കണം. ഒരു ക്ലാസ് ഇവിടെ എടുക്കുന്നത് അതിൻ്റെ ഒരു അമൽ നാട്ടിലുണ്ടാകാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ആ അമൽ ഉൾക്കൊണ്ടിട്ട് അത് പ്രവർത്തിക്കാൻ, ആ ഇൽമ് ഉൾക്കൊണ്ട് അത് അമൽ ചെയ്യാൻ എല്ലാവരും തയ്യാറാണ്. നാട്ടിൽ ഇന്ന് ഈ വിഷയത്തിൽ വലിയ ഒരു, ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ ഗൗരവമായ ഒരു അമാന്തം സമുദായത്തിന് വന്നിരിക്കുകയാണ്. ജുമാ കഴിഞ്ഞിറങ്ങിയാൽ പള്ളിക്കാട് നിറയെ, പള്ളിപ്പറമ്പ് നിറയെ ആളുകളുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് അതൊന്നും കാണാത്ത ഒരു ശുഷ്കമായ അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം തരം താണുകൊണ്ടിരിക്കുകയാണ്. തിരക്ക് നമ്മളെ എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. തിരക്ക് എല്ലാ നിലക്കും മനുഷ്യർക്ക് നഷ്ടവും നാശവും ഉണ്ടാക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നമ്മുടെ ഇന്നത്തെ പ്രശ്നം തിരക്കാണ്. എല്ലാവർക്കും തിരക്കാവുന്നതിന് ഒഴിവില്ല. ആ അമിതമായ തിരക്ക് കൊണ്ട് എന്ത് സംഭവിച്ചു പോയി? ജീവിതത്തിൽ ഒരുപാട് ഖൈറ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് സത്യത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഏർപ്പെടുത്തിയത്. ഈ സിയാറത്തിനെ പറ്റി പറയുക എന്ന് പറഞ്ഞാൽ, സിയാറത്ത് ടൂറിൻ്റെ ഓപ്പറേറ്റർമാർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നല്ല ഇവിടെ ഞാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഞാൻ സാന്ദർഭികമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അതൊക്കെ ചെയ്യേണ്ടതല്ലാതെ അത് ചെയ്യേണ്ടതാണ്, ചെയ്യാറുമുണ്ട്. ടൂർ എന്ന നിലയിലല്ലാതെ ഞാൻ എല്ലാ മാസവും അള്ളാഹിന്റെ തൗഫീഖിനാൽ ഒരു നീണ്ട സിയാറത്ത് പോകുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എല്ലാ മാസവും അത് ചെയ്യാറുണ്ട്. നോമ്പിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞാൽ ഉടനെ ഇൻഷാ അള്ളാഹ് ഒരു അങ്ങനത്തെ ഒരു കാര്യത്തിന് ചെയ്യാറുണ്ട്, ചെയ്യുകയും ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും അതല്ല നമ്മുടെ ഇവിടെ മർമ്മപ്പെട്ട ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സിയാറത്ത് മനസ്സ് മനോഭാവം എന്ന് പറയുമ്പോൾ ആളുകൾ അതിനെ ഉദ്ദേശിച്ച രൂപത്തിലും വിധത്തിലും തന്നെ ആ കാര്യം മനസ്സിലാക്കണം എന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊരു ബോധം നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്ത് ത്വാഹയുടെ 49 മുതൽ 55 വരെയുള്ള വചനങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഫമൻ റബ്ബുകും യാ മൂസാ قال ربنا الذي أعطى كل شيء خلقه ثم هدى قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ولا يشقى الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى كلوا وارعوا عنها أنعامكم إن في ذلك لآيات لأولي النهى
മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. സൂറത്ത് ത്വാഹയുടെ 49, 50, 51, 52, 53, 54, 55 വചനങ്ങളാണ്. ശ്രദ്ധിക്കുക. അള്ളാഹു മനുഷ്യൻ നൽകിയ ഭൗമ സൗകര്യങ്ങളെ കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുക. പക്ഷേ ഈ മണ്ണിൽ നിങ്ങൾ ലയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയം അവസാനിപ്പിക്കുന്നത്. ഇതൊരു ചോദ്യത്തിന് മറുപടി പറയുക. ചോദ്യകർത്താവ് ഫിറഔനാണ് ലഅനത്തുല്ലാഹി അലൈഹി. മറുപടി പറയുന്ന സയ്യിദ്നാ മൂസ. ആരാണ് നിന്റെ പടച്ചോന്ന് ചോദിക്കുക. അപ്പോൾ പടച്ചോന് മറുപടി പറയാം. ആ പടച്ചോന്റെ മറുപടിയാണ് ആരാ? അല്ലാഹു. ഫമർ റബ്ബുക്കമായ മൂസ, നിങ്ങളെ രണ്ടാളുടെയും പടച്ചോൻ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഏതൊരു സൃഷ്ടിയെയും സൃഷ്ടിക്കുകയും തന്നെ എന്തിനു സൃഷ്ടിച്ചു എന്ന ആ സൃഷ്ടിക്ക് ബോധം കൊടുക്കുകയും ചെയ്തവനാണ് എൻ്റെ പടച്ചവൻ എന്ന് പറഞ്ഞു. എന്തിനാണ് പടച്ചത് എന്നൊരു ബോധം ഉണ്ടാവുക. അത് ഓരോ സൃഷ്ടിക്കും അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. എന്തിനാണ്, എന്തിനും, ഏത് സൃഷ്ടിക്കുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ആ സൃഷ്ടിക്ക് അള്ളാഹു തആല നൽകി. അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അർറഹ്മത്തുൽ വാസിഅത്താണ്. അള്ളാഹു തആല റഹ്മത്ത് നമുക്ക് ചൊരിഞ്ഞു തരട്ടെ. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ സൃഷ്ടിക്കും അനുയോജ്യമായ ഒരു സൃഷ്ടിപ്പ് നൽകി. പിന്നെ എന്തിനാണ് തന്നെ പടച്ചത് എന്നൊരു ഹിദായത്തിന്റെ ബോധവും നൽകി. അതെന്തിനുണ്ട്? ഈ പുല്ലുകൾക്ക് പോലും തന്നെ എന്തിനാണ് പടച്ചത് എന്നൊരു ബോധം ഉണ്ടായത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞത്. ഇതൊക്കെ റബ്ബിന് സുജൂദ് ചെയ്യും എന്ന് പറയുന്നുണ്ട് സൂറത്തുർ റഹ്മാനിൽ. എന്തിനുണ്ട്? സൂര്യനുണ്ട്, അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനുണ്ട്? അപ്പോൾ ഫിറഔൻ ചോദിച്ചു, ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. ആദ്യകാലത്തെ മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും മൂസ എന്ന് ചോദിച്ചു ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോൾ പറഞ്ഞു ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൽ ലാ യളില്ലു വലാ യസ്ഖാ. അതൊക്കെ എൻ്റെ പടച്ചവന്റെ കയ്യിലുണ്ട്. അവന്റെ കയ്യിലാണ് അധികാരം. ആരൊക്കെ എന്തായി, ഇവിടെയുള്ള തലമുറകൾ എവിടെ പോയി, അവരെവിടെ ഉണ്ട്, എന്താണ് അവരുടെ അവസ്ഥ, അവനെ അറിയൂ. എല്ലാം അവന്റെ കയ്യിലുണ്ട്. സയ്യിദ്നാ മൂസ ആരാണ് പടച്ചവൻ എന്ന് പറഞ്ഞ് പിന്നെ പടച്ചവനെ പറ്റി പറഞ്ഞു. താനെ പടച്ചവൻ الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى. ഭൂമിയെ നിങ്ങൾക്ക് ഒരു മടിത്തട്ട് പോലെ, ഒരു കളിത്തൊട്ടിൽ പോലെ അള്ളാഹു ആക്കി തന്നിരിക്കുന്നു. വസലകലക്കും ഫിഹാ സുബുല, ഒരുപാട് നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള ധാരാളം വഴികളും അള്ളാഹു അതിലുണ്ടാക്കി തന്നിരിക്കുന്നു. പിന്നെ വഅൻസൽനാ മിനസ്സമാഇ മാഅ, പിന്നെ ആകാശത്ത് നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന് മനോഹരമായ വെള്ളത്തെ അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തരികയും ചെയ്തിരിക്കുന്നു. പിന്നെ വൈവിധ്യമാർന്ന ഒരുപാട് ഈ കാണുന്ന പ്രകൃതിയുടെ ചേരുവകളും വൈവിധ്യമാർന്ന നിറങ്ങളും വർണ്ണങ്ങളുമുള്ള രീതികളും അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. അതെല്ലാം നിങ്ങൾ കഴിക്കുകയും നിങ്ങൾ ആടുമാടുകൾക്ക് നൽകുകയും ചെയ്യുക. എന്നിട്ട് ഈ ഭൂമിയിൽ നിങ്ങൾ അങ്ങനെ സ്വച്ഛന്തരായി സ്വൈരവിഹാരത്തോടുകൂടെ താമസിക്കുക. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? അത് പറഞ്ഞിട്ടാണ് മറുപടി അവസാനിക്കുന്നത്. മിൻഹാ ഖലഖനാകും وفيها نعيدكم ومنها نخرجكم تارة أخرى. നിങ്ങളെ നാം ഈ മണ്ണിൽ നിന്ന് പടച്ചിരിക്കുന്നു. ഈ മണ്ണിലെ നിന്ന് തന്നെ വീണ്ടും മടക്കി പടക്കുകയും ചെയ്യുന്നു. ഈ മണ്ണിലേക്ക് തന്നെ മടക്കിയിരിക്കുന്നു. ഈ മണ്ണിൽ നിന്ന് വീണ്ടും നിങ്ങളെ പുനർജനിപ്പിക്കുകയും ചെയ്യുന്നു. ജനിപ്പിക്കാന്ന് പറയല്ല, ഉണ്ടാക്കാന്ന് പറയാ. ഒരു ജനനല്ലത്, പകരം ഒരു സൃഷ്ടിപ്പാണ്. അള്ളാഹു തആല ആ സമയത്ത് നല്ലവരായി അള്ളാഹനെ കാണാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒക്കെ നമ്മുടെ മണ്ണാണ്. ഈ മണ്ണും നമ്മൾ ലയിക്കണം. കുല്ലുക്കും മിൻ ആദമ വആദമു മിൻ തുറാബ്. എല്ലാവരും മണ്ണിൽ നിന്നാണ്, എല്ലാം ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ് എന്ന് പുണ്യനബി. പിന്നെ ഉമ്മയിൽ ലയിക്കുക. ഇത് ഉമ്മയാണ്.
എന്ന് പുണ്യനബി. ഭൂമിയെ സൂക്ഷിക്കുവീൻ, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് എന്ന് പുണ്യനബി. ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. ഭൂമിയെ നാം മാതാവെന്ന് പറയണം. നിങ്ങളെ മാതാവാണ് ഈ കാണുന്ന ഭൂമി. ഈ ഭൂമിയുടെ മാറിൽ നിങ്ങൾ ലയിക്കേണ്ടതാണ്. പോണതിൻ്റെ അടിയിലേക്ക് منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى. ഇവിടുന്ന് വീണ്ടും ഇവിടെ ഉണ്ടായി, ഇവിടെ തന്നെ ലയിച്ച് ഇവിടുന്ന് അല്ലാഹു വീണ്ടും ഉണ്ടാക്കും. ഈ മണ്ണിൽ നമ്മൾ അങ്ങനെ ലയിച്ചങ്ങനെ കിടക്കണം. ഈ മണ്ണിന്റെ പെരുമാറ് ഇത് നിങ്ങളുടെ ഉമ്മയാണ്. മാമിൻ അമലിൻ ഉമില അലൈഹാ ഇല്ലാ വഹിയ മുഖ്ബിറ. ഈ മണ്ണ് എന്ത് നടന്നാലും, ഈ മണ്ണിന്റെ മുകളിൽ എന്ത് നടത്തിയാലും മണ്ണ് വിളിച്ചു പറയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വഹീ കൊടുക്കുന്നതാണ് മണ്ണിന് എന്നുമായിട്ടുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ يومئذ تحدث أخبارها بأن ربك أوحى لها. ഏത് മണ്ണിലാണോ നമ്മൾ ലയിക്കുന്നത് ആ മണ്ണിന് അല്ലാഹു തആല വഹി കൊടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഈ മണ്ണിന് അല്ലാഹു വഹി നൽകും. വഹി എന്നാ പറഞ്ഞത്, ഔഹലഹാ വഹി എന്നാ പറഞ്ഞത്. ഒരു ദിവ്യ സന്ദേശം എന്നാണ് ഇതിനർത്ഥം. അഥവാ തുറന്ന് പറയാനുള്ള ഒരു കഴിവ് അല്ലാഹു ഇതിന് നൽകും. എന്നിട്ട് ഇതിങ്ങനെ സംസാരിക്കും. എന്തൊക്കെ ഇതിന്റെ